നിങ്ങളെല്ലാവരും യൂട്യൂബിൽ ഫൈനാൻസ് റിലേറ്റഡ് വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോസിൽ ഈ ഒരു വാചകം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫയർ, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, റിട്ടയർ ഏർലി. അത് മാത്രമല്ല, പല ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ പല യൂട്യൂബേഴ്സ് ഇതാ ഞാൻ ഫയർ അച്ചീവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എന്താണ്, ഒരാൾ 9 to 5 ജോലിയിൽ നിന്ന് മുക്തി നേടുന്നു അല്ലേ, അതൊരു അടിമപ്പണിയാണ്, അതിൽ നിന്ന് ഞാൻ മുക്തി നേടി, ഞാനിതാ ഫയർ അച്ചീവ് ചെയ്തു. ആ വ്യക്തിയുടെ അടിപൊളി അപ്പാർട്ട്മെന്റ്സ് നമ്മൾ കാണും, ആ വ്യക്തി സ്റ്റാർ ഹോട്ടൽസിൽ ഫുഡ് കഴിക്കാൻ പോകുന്നത് നമ്മൾ കാണും, വലിയ വലിയ ലക്ഷറി വെക്കേഷൻസ് സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കാണും. അത് മാത്രമല്ല, ആ വ്യക്തി ചിലപ്പോൾ ഫയർ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ അദ്ദേഹത്തിന്റെ കോഴ്സുകളിലേക്കും ക്ഷണിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? എനിക്കും വേണം ഫയർ അല്ലേ, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, റിട്ടയർ ഏർലി, എനിക്കും വേണം. എനിക്ക് മടുത്ത്, ഈ നശിച്ച ജീവിതം ജീവിച്ച് എനിക്ക് മടുത്ത്, എനിക്ക് എത്രയും പെട്ടെന്ന് കുറേ പൈസ ഉണ്ടാക്കിയിട്ട് ഒരു പണിയെടുക്കാണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഇതല്ലേ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? അപ്പോൾ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഫയർ. നമ്മൾക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഫയറിനെ പറ്റി സംസാരിക്കാം. ഫയർ എന്നത് ഇപ്പോൾ നമ്മൾ മില്ലേനിയൽസ് അതുപോലെ തന്നെ ജെൻസിൻ്റെ ഒക്കെ ഒരു ഫിലോസഫി ആയിട്ട് മാറി. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? 40 വർഷം ജോലി ചെയ്ത് 60ാമത്തെ വയസ്സിൽ റിട്ടയർഡ് ആയിട്ട് പിന്നീടുള്ള ജീവിതം അങ്ങോട്ട് ആസ്വദിക്കുക. പക്ഷെ എന്താണ് ഫയർ നമ്മളോട് പറയുന്നത്? ചിലവുകൾ കുറച്ച് ജീവിക്കുക, ശക്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, പണം നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മെഷീൻ ഉണ്ടാക്കുക അല്ലെ, സൈഡ് ഹസിൽസ് ഒക്കെ കുറെ ക്രിയേറ്റ് ചെയ്യുക, കുറെ പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ചെറുപ്പത്തിലേ അങ്ങോട്ട് വിരമിക്കുക, റിട്ടയർ ഏർലി. വർക്ക് ഹാർഡ് പ്ലേ ലേറ്റർ എന്നൊരു മനോഭാവം മാറ്റിയിട്ട് വർക്ക് സ്മാർട്ട് പ്ലേ സൂണർ എന്നൊരു മനോഭാവത്തിലേക്കാണ് നമ്മളെല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മനോഭാവം നമ്മൾക്ക് വന്നത് ആക്ച്വലി പറയുകയാണെങ്കിൽ കൊറോണയ്ക്ക് ശേഷമാണ് അല്ലേ. കൊറോണയ്ക്ക് ശേഷം നമ്മളെല്ലാവരും ലൈഫ് വളരെ അൺപ്രഡിക്റ്റബിൾ ആണെന്ന് കണ്ടു. അതുകൊണ്ട് ജീവിക്കുന്നിടത്തോളം നന്നായിട്ട് ആസ്വദിച്ച് ജീവിക്കുക. ഇങ്ങനെ അടിമപ്പണിയൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, എനിക്ക് ജീവിതം ആസ്വദിക്കണം, പെട്ടെന്ന് കുറേ പൈസ ഉണ്ടാക്കണം, എന്നിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം എനിക്ക് ജീവിക്കണം. ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം. മാത്രമല്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതും അത്തരം കാര്യങ്ങളാണ്. എല്ലാവരും നല്ല ജീവിതം ജീവിക്കുന്നു അല്ലേ, ഞാൻ മാത്രമാണ് ഇങ്ങനെ കഷ്ടതയിൽ ജീവിക്കുന്നത്, അപ്പോൾ എനിക്കും നല്ല രീതിയിൽ ജീവിക്കണം. ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഫിനാൻസ് റിലേറ്റഡ് കണ്ടന്റ് പോലും ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് മാറുകയാണ്. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ലൈഫിലേക്ക് നോക്കി കാണേണ്ട ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ അഡ്വൈസ് ഒക്കെ. അപ്പോൾ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും ഫയറിനെ പറ്റി സംസാരിക്കും, ഫയർ അച്ചീവ് ചെയ്തതിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ആക്ച്വലി ഈ ഫയർ എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു എസ്കേപ്പ് പ്ലാൻ ആയിട്ട് മാറി. എങ്ങനെയെങ്കിലും ഈ നശിച്ച ജീവിതത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയർ അച്ചീവ് ചെയ്യുക എന്നൊരു മനോഭാവത്തിലേക്കാണ് നമ്മളെല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മോശമെന്നൊന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഇന്ന് ഫയറിനെ മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യാൻ പോവാണ്. ഫയറിനെ പറ്റി നമ്മൾ ചിന്തിക്കാത്ത കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോവാണ്. എന്തുകൊണ്ടാണ് നമ്മൾക്ക് എല്ലാവർക്കും ഫയർ ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടിയത്? കാരണം നമ്മൾ മില്ലേനിയൽസും അതുപോലെ തന്നെ ജെൻസിയിൽ ഒക്കെ ഒരു അനിശ്ചിതത്തിലാണ് നമ്മൾ ജീവിച്ചത് അല്ലേ. കൊറോണ തന്നെ വലിയൊരു അനിശ്ചിതത്വമാണ് നമ്മൾക്ക്. മാത്രമല്ല, നമ്മളുടെ ജോലികളൊക്കെ പലർക്കും ജോബ് സെക്യൂരിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. മാത്രമല്ല, ഈ മെട്രോ സിറ്റീസിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ കണ്ട ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു കയ്യെത്താത്ത വാടക നമ്മൾ കൊടുക്കുന്നത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ലൈഫിൽ ഇങ്ങനെ വിചാരിക്കാത്ത രീതിയിലുള്ള ചിലവുകളും വിചാരിക്കാത്ത ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻസ് ഒക്കെ നമ്മൾക്ക് വരുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിനെ പറ്റി ഭയങ്കര ആങ്സൈറ്റിയാണ്. 30 വർഷം ഒരു കമ്പനിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരു സുരക്ഷിത ജീവിതം കിട്ടുമെന്ന് ആരും ഇന്നത്തെ കാലത്ത് വിശ്വസിക്കുന്നില്ല. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജോലി തെറിക്കാം. അതുകൊണ്ട് മാക്സിമം സേവ് ചെയ്യുക, മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് എൻ്റെ ഫ്യൂച്ചർ ഭദ്രമാക്കുക എന്നതാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു എസ്കേപ്പ് പ്ലാൻ റെഡിയാക്കുകയാണ്. അതാണ് ബേസിക്കലി ഫയർ. ആൻഡ് ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. പഴയ ആൾക്കാർ ഓരോ പൈസയും കൂട്ടി വെച്ച് ഒരു സാമ്രാജ്യം ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നമ്മളും ഫയർ എന്ന പേരിൽ അത് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മൾ വളരെ ഫ്രൂഗലായിട്ട് സ്പെൻഡ് ചെയ്ത് നമ്മളെ കഴിവിൻ്റെ താഴെ ജീവിക്കുകയാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ പ്രവർത്തിപ്പിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ 20,000 രൂപ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്ത് 20 വർഷത്തേക്ക് 12% റിട്ടേൺസ് കിട്ടുവാണെങ്കിൽ ഏകദേശം 1.8 കോടി നമുക്ക് കൈവരിക്കാൻ പറ്റും. ഇതൊരു നമ്പർ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സ്വാതന്ത്ര്യമാണ് നമ്മൾ ഫയറിലൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്. അതായത് കുന്നോളം ആഗ്രഹിച്ചാലല്ലേ കുന്നിക്കുരോളം കിട്ടുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഫയറിലൂടെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആൻഡ് ഫയറിന് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. മെയിൻ ആയിട്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് സേവിങ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ബോറിംഗ് ആയിട്ട് തോന്നൂല. കാരണം നമ്മൾക്കൊരു ലക്ഷ്യമുണ്ടല്ലോ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പണം കൂട്ടി വെച്ച് അത് ഇൻവെസ്റ്റ് ചെയ്ത് പണത്തിനെ വളർത്താൻ ശ്രമിക്കും. അതായത് ഫയറിലൂടെ ഓരോ രൂപയും കൗണ്ട് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ഒരു ലക്ഷ്യം ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് സമ്പാദിക്കുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ നമുക്കൊരു ഡിസിപ്ലിൻ ഉണ്ടാവുന്നു. നമ്മൾ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ കുറക്കുന്നു. നമ്മൾ ഫ്രൂഗാലിറ്റി മൈൻഡ് സെറ്റിലേക്ക് എത്തുന്നു. ഫ്രൂഗാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിശുക്ക് എന്നല്ല, നമ്മൾ ഇൻറ്റൻഷനലി സ്പെൻഡ് ചെയ്യുന്നു, മൈൻഡ്ഫുള്ളി സ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ ഈ ഗുണങ്ങളൊക്കെ ഫയറിനുണ്ടെങ്കിലും ഇതിൻ്റെ വേറൊരു വശമുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്മൾ ഇൻസ്റ്റാഗ്രാം റീലുകളിലും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസിലൊക്കെ പല ഫയർ കഥകൾ കാണുന്നുണ്ട് അല്ലേ. പല ആൾക്കാരും വന്ന് പോഡ്കാസ്റ്റിലൂടെയും ഇൻ്റർവ്യൂസിലൂടെയും അവരെങ്ങനെയാണ് ഫയർ അച്ചീവ് ചെയ്തത് എന്നതിൻ്റെ കഥയൊക്കെ നമ്മൾ കാണുന്നുണ്ട്.
പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പറയുന്ന ആൾക്കാരുടെ പ്രിവിലേജസ് എന്താണെന്ന് നമ്മൾക്കറിയില്ല. ഇപ്പം നമ്മൾ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസിലൂടെ പോവാണ്. നമ്മൾക്ക് വീട്ടുവാടക കൊടുക്കണം, മക്കളുടെ പഠിത്തം ഉണ്ട് ഒരു സൈഡ്, നമ്മളുടെ അച്ഛനമ്മമാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. നേരെ മറിച്ച് നമ്മൾ വീഡിയോയിൽ കാണുന്ന ഫയർ അച്ചീവ് ചെയ്ത ഒരാൾക്ക് ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അയാൾക്ക് ചിലപ്പോൾ സ്വന്തമായിട്ട് വീടുണ്ടാവും, അപ്പോൾ അയാൾക്ക് വാടക കൊടുക്കേണ്ട, അയാളുടെ അച്ഛനമ്മയും പ്രായമായിട്ട് അവർ നന്നായി ഏൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു പെൻഷൻ എമൗണ്ട് എല്ലാ മാസവും കിട്ടുന്നുണ്ട്, അപ്പോൾ അയാൾക്ക് അച്ഛനും അമ്മയും ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യേണ്ട. ഇന്നത്തെ കാലത്ത് പല ആൾക്കാരും കുട്ടികളെ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു ആൾ വന്ന് അയാൾക്ക് കുട്ടികൾ വേണ്ട, ഡിങ്ക് ഇന്നത്തെ കൺസെപ്റ്റ് അതാണല്ലോ, ഡുവൽ ഇൻകം നോ കിഡ്സ്. അപ്പോൾ ഹസ്ബൻഡും വൈഫും ജോലി ചെയ്യുന്നുണ്ട്, അവർക്ക് കുട്ടികളില്ല, അവർക്ക് ഈസിലി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റും. കാരണം കുട്ടികളുള്ള ഒരാൾക്ക് കുട്ടികളെ വളർത്തുന്നതിൻ്റെ ചിലവില്ലേ. അപ്പോൾ നമ്മൾ ഒരാൾ ഫയർ അച്ചീവ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കിടന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അയ്യോ അവർക്കത് പറ്റി, എനിക്കെന്താ പറ്റാത്തത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അവരുടെ സ്റ്റോറി അല്ല നമ്മളുടെ സ്റ്റോറി. അപ്പോൾ നമ്മൾ ഫയർ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കഥ മനസ്സിലാക്കിയിട്ട് ആ കാൽക്കുലേഷൻ ചെയ്യണം. അല്ലാണ്ട് വേറൊരാൾ ഫയർ അച്ചീവ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതും വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. നമ്മൾ സ്ട്രെസ്സിലാവും ശരിക്കും പറഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല, ചില ആൾക്കാർക്ക് ആൻസിസ്ട്രൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അച്ഛൻ അപ്പൂപ്പന്മാരുണ്ടാക്കിയ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ടാണ് അവർ ഞാൻ ഫയർ അച്ചീവ് ചെയ്തു എന്ന് പറയുന്നുണ്ടാവുക. അപ്പം നമുക്കിവിടെ ഒന്നുമില്ല. അച്ഛൻ നിവിൻ പോളി ഏതൊരു സിനിമയിൽ തട്ടത്തിമറയത്ത് പറയുന്നില്ല, അച്ഛനാണ് പോലും അച്ഛൻ ഒരു പൈസ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഒരു പൈസ ഇല്ലാത്ത, സ്വത്തൊന്നും ഇല്ലാത്ത ഒരു വീട്ടിൽ നിന്നാണ് നമ്മളെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഫയർ അച്ചീവ് ചെയ്യാൻ പറ്റുക? നമ്മൾ അത്രയും കഷ്ടപ്പെടണം, കഷ്ടപ്പെട്ടേ പറ്റൂ. അപ്പം നമ്മളുടെ സ്റ്റോറി എപ്പോഴും മനസ്സിലുണ്ടാവണം. ഇത്തരം പ്രിവിലേജസ് ഉള്ള ആൾക്കാർക്ക് അവരുടെ സാലറിയിലെ 70 to 80% സേവ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. പക്ഷെ നമ്മൾക്ക് അങ്ങനെയാണോ? അല്ല. നമ്മൾക്ക് വേറെയും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾക്ക് എത്ര മാക്സിമം സേവ് ചെയ്യാൻ പറ്റും എന്നത് മനസ്സിൽ വെച്ച് വേണം എപ്പോഴും കാൽക്കുലേഷൻ ചെയ്യാൻ. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഈ വിജയിച്ച ആൾക്കാരുടെ കഥ മാത്രമാണ്. ഒരു 35-കാരൻ ഫയർ അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ ഒരു ജേർണിയിൽ അയാൾ പലപ്പോഴും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ പലരും ഇപ്പോൾ 30കളിൽ ഫയർ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരുണ്ടാവും, നടന്നോ. 35 ഫയർ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് വിജയിച്ച ആൾക്കാരുടെ കഥ മാത്രമാണ്. തോറ്റ ആൾക്കാരും ഉണ്ട് ഒരു സൈഡ്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ കുറേ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പല കാര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും. ഏർലി റിട്ടയർമെൻ്റ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും പൈസ നമ്മളെടുത്ത് വേണം അല്ലേ. അപ്പോൾ നമ്മൾക്ക് സോഷ്യൽ ലൈഫ് നഷ്ടപ്പെടാം, നമ്മൾക്ക് നല്ല മെമ്മറീസ് നഷ്ടപ്പെടാം. ഞാൻ ഒരു പേഴ്സണൽ എക്സാമ്പിൾ ഷെയർ ചെയ്യാം. പണ്ടൊക്കെ ഞാനിങ്ങനെ ഭയങ്കര സേവിങ്സ് മോഡിലുള്ള ആളായിരുന്നു. പണ്ട് ജോലി കിട്ടിയ സമയത്തൊക്കെ ഫ്രണ്ട്സൊക്കെ ട്രിപ്പിന് പോകുന്ന സമയത്തൊന്നും ഞാൻ പോവില്ല. കാരണം എന്താ, ഈ പൈസ പോകുമല്ലോ, അതാണ് എൻ്റെ ടെൻഷൻ. അയ്യോ ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ പൈസ ചിലവാക്കേണ്ടി വരും. അപ്പോൾ പൈസ ചിലവാക്കാൻ പറ്റില്ല, പൈസ ഞാൻ സേവ് ചെയ്യല്ലേ. അപ്പോൾ ഞാൻ ആദ്യമൊന്നും ട്രിപ്പിനൊന്നും പോവില്ല, പൈസ ചിലവാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ ഫ്രണ്ട്സ് എല്ലാവരും നിർബന്ധിക്കും, ഓക്കെ ചെറിയ ചെറിയ ട്രിപ്പിനൊക്കെ, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പിന് അവിടെ ഇവിടെയൊക്കെ പോകാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു നല്ല ഉണ്ടല്ലോ, നല്ല മെമ്മറീസസ് ക്രിയേറ്റഡ് ആയി, നല്ല മൊമെൻറ്റ്സ് എനിക്ക് ലൈഫിലുണ്ടായി. ഇന്ന് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചൊക്കെ നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യണം. ഇങ്ങനെ പൈസ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് മൊത്തം സാക്രിഫൈസ് ചെയ്ത് ജീവിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സോഷ്യൽ ലൈഫും കുറേയൊക്കെ നഷ്ടപ്പെടും. ഫാമിലീസിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരു പ്ലേസ് ഉണ്ടല്ലേ നമ്മുടെ ലൈഫിൽ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഗെറ്റ് ടുഗദറിന് പോകുന്നു, ഫംഗ്ഷൻസിന് പോകുന്നു, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പൈസ ചിലവാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പൈസ ചിലവാക്കേണ്ടെന്ന് ആലോചിച്ച് ഇതൊക്കെ പോകാണ്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നല്ല മൊമെൻറ്റ്സ്, നല്ല മെമ്മറീസ്, നല്ല റിലേഷൻഷിപ്സ് ഇതൊക്കെ മിസ് ചെയ്യാം. അപ്പം എല്ലാത്തിനും ഒരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് നമ്മൾ തന്നെ ഫൈൻഡ് ചെയ്യണം. ഒരു സീരിയസ് ആയിട്ടുള്ള പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു റിട്ടയർമെൻറ്റ് പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്ന പോയിന്റിലാണ് നമ്മൾ റിട്ടയർമെൻ്റ് എങ്കിൽ എഗെയിൻ നമുക്ക് പ്രശ്നമാണ്. മാർക്കറ്റ് നമുക്ക് ആദ്യം ടൈം ചെയ്യാൻ പറ്റില്ല, എപ്പോൾ ആണെങ്കിലും എന്ത് സംഭവിക്കാം. അപ്പം ഇങ്ങനെ കുറേ നെഗറ്റീവ്സും ഈ ഫയറിനുണ്ട്. അപ്പം നമ്മൾ എന്താണ് ഇതിൽ നിന്ന് പഠിക്കേണ്ടത്? ഫയർ ഒഴിവാക്കണോ? ഒരിക്കലും അല്ല, ഫയർ ഒരിക്കലും ഒഴിവാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളുടെ ഫോക്കസ് ഫയറിലെ ആദ്യത്തെ 2 ലെറ്റേഴ്സിലായിരിക്കണം. അതായത് FI, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. റിട്ടയർ ഏർലി എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ മാത്രമാണ്, അതിലാവരുത് ഫോക്കസ്. പക്ഷെ നമ്മൾ പലരും ചിന്തിക്കുന്നത് എന്താ, എനിക്ക് എങ്ങനെയും കുറേ പൈസ ഉണ്ടാക്കിയിട്ട് പണിയെടുക്കാൻ കൊണ്ട് അങ്ങോട്ട് ജീവിക്കണം, അതൊരു ഓപ്ഷനാണ്. ഓക്കെ, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലേക്കാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. എങ്ങനെ എനിക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവാം? കാരണം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒരു ചോയ്സ് ആണ്, ഒരു ഫ്രീഡമാണ്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി നമുക്ക് ഇഷ്ടമല്ല, എന്നാൽ പിന്നെ ഈ ജോലി വിടാം. നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലേ വിടാൻ പറ്റുള്ളൂ. നമ്മൾക്ക് കുറേ EMIs ഉണ്ട്, കുറേ ബാധ്യതകളുണ്ട്. അപ്പം നമ്മൾക്ക് ഈ ജോലി വിടാൻ പറ്റുമോ? ഇല്ല. അതിന് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. ഇനി നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നാണ് ഒരു കൊല്ലത്തെ എനിക്ക് അങ്ങോട്ട് ബ്രേക്ക് എടുക്കാം, ഒന്ന് ജസ്റ്റ് ഞാൻ എന്നെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു വർഷം എടുക്കുകയാണ്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയ ഒരാൾക്കേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഫോക്കസ് ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിലൊക്കെ ആയിരിക്കണം. റിട്ടയർ ഏർലി ഇപ്പം ചിന്തിക്കരുത്. നമ്മളെല്ലാവരും പണം ക്രിയേറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ എല്ലാവരും വർക്കിലൂടെയാണ്, ഒരു വർക്കിലൂടെയാണ് എല്ലാവരും പണം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം വി ആർ കേപ്പബിൾ ഓഫ് ദാറ്റ്. നമ്മളുടെ ഉള്ളിൽ എന്തോ ഒരു കഴിവുണ്ട്, ആ കഴിവ് യൂസ് ചെയ്തിട്ട് വേണം പണം ക്രിയേറ്റ് ചെയ്യാൻ.
അപ്പം നമ്മൾ മരിക്കുന്നവരെ നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ആ കഴിവിനെ നമ്മൾ എന്തിനാണ് വേണ്ടാന്ന് വെക്കുന്നത്? റിട്ടയർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് എന്തിനാണ് നമ്മൾ എത്തുന്നത്? പിന്നെ നമ്മൾ ഇപ്പം പലരും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മടുപ്പൊക്കെ തോന്നും. ഡെയിലി ഒരേ റൂട്ടീൻ ചെയ്യാണ്, എങ്ങനെയെങ്കിലും ഈ ജോലിയൊക്കെ മതിയാക്കണം എന്നൊക്കെ നമുക്ക് തോന്നും. എനിക്കും തോന്നാറുണ്ട്. പക്ഷേ നമ്മളൊരു റിയലൈസേഷൻ ഉണ്ടാവില്ലേ, ഓക്കെ ഇതെൻ്റെ ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു തോന്നലാണ്, ഇപ്പോഴത്തെ ഒരു ബേൺ ഔട്ട് മൊമെൻറ്റിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ബട്ട് ആഫ്റ്റർ സം ടൈം അല്ലെങ്കിൽ മേ ബി ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് എനിക്ക് പിന്നെയും ജോലി ചെയ്യാനുള്ള എനർജി ഉണ്ടാവും. ഞാൻ പിന്നെയും ജോലി ചെയ്യും. കാരണം നമ്മൾ പലരും ജോലി ചെയ്യുന്നത് പൈസക്ക് വേണ്ടിയിട്ട് തന്നെ ആവണമെന്നില്ല. ഓക്കെ പൈസ വേണം, പൈസ ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല പറയുന്നത്. അതിലുപരി വേറെ എന്തോന്നും കൂടി ഉണ്ട് അല്ലേ? ഇപ്പോൾ പൈസയാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ നോക്കൂ, ഇത്ര വയസ്സായി അവരിപ്പോഴും അഭിനയിക്കുകയാണ്, അവരുടെ വർക്ക് അവർ ചെയ്യുകയാണ്. അങ്ങ് ഏത് ഫീൽഡിലുള്ള ആൾക്കാർ നോക്കിക്കോ, പല ഫീൽഡിലും. എൻ്റെ ഓഫീസിൽ തന്നെ വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ വളരെ പാഷനേറ്റഡ് ആയിട്ട് വന്ന് പണിയെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ജോലിയിൽ ഉള്ള ഒരു സന്തോഷം നമ്മൾ കണ്ടെത്തണം. ഏത് ജോലി എടുക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുന്നതെന്നുള്ള കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ ഫോക്കസ് ഓൾവേസ് ഓൺ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, നോട്ട് റിട്ടയർലി. ഓക്കെ. പിന്നെ ഫയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പൈസയെ കുറിച്ചിട്ടല്ല, സമയത്തെ കുറിച്ചിട്ടുള്ളതാണ്. ഓരോ രൂപയും അടക്കി വെക്കലല്ല ലക്ഷ്യം. നമ്മുടെ ജീവിതം നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 35 അങ്ങോട്ട് വിരമിക്കാം എന്നതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. 35 ആയിക്കോട്ടെ, 45 ആയിക്കോട്ടെ, 65 ആയിക്കോട്ടെ, ഏത് വയസ്സായാലും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക എന്നതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. വേറൊരു കാര്യമുണ്ട്, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ പലരും എൻ്റെ ഈ നശിച്ച ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അപ്പോൾ എനിക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആവണം, ജീവിതത്തിൽ നിന്നൊരു രക്ഷപ്പെടലാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കൊണ്ട് നമ്മൾ പലരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. യു ഹാവ് ടു ക്രിയേറ്റ് എ ലൈഫ് വിച്ച് യു ഡോണ്ട് നീഡ് ടു എസ്കേപ്പ് ഫ്രം. നിങ്ങൾക്ക് രക്ഷപ്പെടേണ്ട ആവശ്യമില്ലാത്ത ഒരു ജീവിതം ക്രിയേറ്റ് ചെയ്യലാണ് നിങ്ങളുടെ ലക്ഷ്യം. മനസ്സിലായോ? അതായത് ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട ആവശ്യമില്ല. ബിക്കോസ് യു ആർ ലിവിങ് സച്ച് എ വണ്ടർഫുൾ ലൈഫ്, ദെൻ വൈ ഡു യു വോണ്ട് ടു എസ്കേപ്പ് ഫ്രം? അത്തരം ജീവിതം സൃഷ്ടിക്കലാണ് നിങ്ങൾ ഫയറിലൂടെ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്താണ് കരുതുന്നത്? ഫയർ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാണോ? അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഫയർ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഫയർ അച്ചീവ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ.